കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സുഭാഷിനെ കാണാനായി വീണ്ടും വീട്ടിലെത്തുന്ന സുനന്ദയെ നിധി കുറ്റപ്പെടുത്തുന്നുണ്ട്. സുനന്ദയും സങ്കടത്തോടെ, സോറി, എനിക്ക് എന്തു വേണമെന്ന് അറിയില്ലായിരുന്നു, ഇതൊന്നും നടക്കാൻ പാടില്ലാത്തതായിരുന്നു, വീട്ടിലെനിക്ക് കല്യാണം ആലോചിക്കുക എന്നവൾ പറയുമ്പോഴേക്കും നിധി ദേഷ്യത്തോടെ, ശരി എന്ന് പറയുന്നത് കേൾക്കെ, ഞാൻ ഇങ്ങോട്ട് വന്നത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്ന് സുനന്ദ ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നിനക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല. നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത്. അന്ന് നീയല്ലേ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് നിന്റെ അച്ഛൻ എന്ത് വൃത്തികെട്ട ആരോപണമാ സുഭാഷേട്ടന്റെ തലയിൽ കെട്ടിവെച്ചത്. എന്നിട്ടും സുഭാഷേട്ടൻ തെറ്റുകാരനല്ലെന്നും പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വരാൻ നിനക്ക് പറ്റിയോ? ഇല്ലല്ലോ. അപ്പൊ നിനക്ക് നിന്റെ വീട്ടുകാരെ പേടി. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും. നിനക്ക് വീട്ടുകാരെ എതിർത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിനുള്ള വോയിസും നിനക്കില്ല. അപ്പൊ പിന്നെ എന്തിനാ ദിവസവും ഇവിടെ വന്ന് സുഭാഷ് ഏട്ടനെ വിഷമിപ്പിക്കാൻ നിൽക്കുന്നത്? വീട്ടുകാർ കണ്ടുപിടിച്ച ആളെ കെട്ടിയ പോരെ എന്ന് നിധി ചോദിക്കുമ്പോ, എനിക്കറിയില്ല, എനിക്ക് സുഭാഷ് ഏട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാ. വീട്ടുകാരെന്നെ ആരുടെ തലയിൽ കെട്ടിവെച്ചാലും എനിക്ക് സുഭാഷ് ഏട്ടനെ മറക്കാൻ കഴിയില്ല എന്ന് സുനന്ദ കണ്ണീരോടെ പറയുമ്പോ, നീ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആർക്കും ഒരു ഉപകാരവുമില്ല എന്ന് നിധി ഓർമ്മിപ്പിക്കുമ്പോൾ, എന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി, അത് നിധിക്ക് മനസ്സിലാവാത്തോണ്ടാ എന്ന് സുനന്ദയും. നിനക്ക് സുഭാഷ് ഏട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ വീട്ടുകാരെ എതിർത്ത് നിൽക്കാൻ കഴിയണം. അതല്ല, വീടാണ് പ്രധാനമെങ്കിൽ സുഭാഷ് ഏട്ടനെ മറക്കണം. വീട്ടുകാരെ എതിർക്കാനുള്ള ധൈര്യവുമില്ല, അതേസമയം സുഭാഷ് ഏട്ടനെ മറക്കാനും പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് നിനക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാ. ഇതേ മനസ്സോടെ വേറൊരു കല്യാണം കഴിച്ച ആ ചെറുക്കനെയും വഞ്ചിക്കുന്ന പോലെ ആവില്ലേ? ആദ്യം എന്ത് വേണമെന്ന് നീ തീരുമാനിക്ക്, അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്ക്. വീട്ടുകാരെ അനുസരിക്കാൻ തീരുമാനിച്ചാല് മനസ്സ് അതിനു വേണ്ടി പാകപ്പെടുത്ത്. പക്ഷേ ഒരു തീരുമാനം എന്തായാലും പെട്ടെന്ന് എടുക്കണം എന്നൊക്കെ നിധി പറയുന്നത് കേട്ട് അവിടെ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സുധീഷും, എന്ത് ക്ലാരിറ്റിയാ ഇവൾക്ക്, എങ്ങനെ ഇവളെ വളയ്ക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. എന്തെയും കരച്ചിലൂടെ, ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് ഹേർട്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷേ ഒരു തീരുമാനമെടുക്കാതെ സുഭാഷ് ഏട്ടനെ വിഷമിപ്പിക്കാനായി വേണ്ടി മാത്രം വരരുത് പ്ലീസ് എന്ന് നിധി അവളുടെ കൈ ചേർത്ത് പിടിച്ച് പറയുമ്പോഴേക്കും സുനന്ദയും സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞ് അടുക്കളവാതിൽ വഴി അവിടെ നിറങ്ങുന്നുണ്ട്. നിധിയും അവിടെ നിന്ന് നടന്നു നീങ്ങുമ്പോഴേക്കും അവളെ നോക്കിയിരിക്കുന്ന സുധീഷും, ഇത്രയും ഇഷ്ടം ഈ വീടിനുള്ളപ്പോ ഞാൻ എങ്ങനെ നിന്നെ വിട്ടുകളയും മോളെ, ഒരു കാലത്തും നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല എന്ന് മനസ്സിൽ ചിരിയോടെ ചിന്തിച്ച് അവിടെ തന്നെ ഇരിപ്പാ. പിന്നീട് സുധീഷ് തന്റെ ബൈക്ക് ഒരിടത്ത് പുറത്ത് പാർക്ക് ചെയ്ത് ആരെയോ വെയിറ്റ് ചെയ്ത് നിൽപ്പാ. അപ്പോഴേക്കും സ്റ്റേഷനിലെ ഗോപി സാർ തന്റെ സ്കൂട്ടറിൽ അങ്ങോട്ടെത്തി. സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി വന്ന്, ഗുഡ് ഈവനിങ്, സുഖാണോടാ എന്ന് ചോദിക്കുമ്പോ സുധീഷും ഗുഡ് ഈവനിങ് പറഞ്ഞ്, അതെ സാർ, സാറിനോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നു. എന്താടാ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, സാറിനെ കാണാൻ സ്റ്റേഷനിലേക്ക് വന്നായിരുന്നേ, അവിടെ ഉണ്ടായിരുന്നില്ല, അതാ പിന്നെ ഫോൺ ചെയ്തെന്ന് സുധീഷും. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, അതാ സമയത്തില്ലാതിരുന്നത് എന്ന് സാറ് പറയുമ്പോൾ, സാറിനെ സമ്മതിക്കണം സാറേ, അല്ല ഇത്രയും ജോലിയുടെ ഇടയിൽ നിന്ന് എന്നെ കാണാൻ സമയമുണ്ടാക്കി വന്നില്ലേ, യു ആർ ഗ്രേറ്റ് സാർ എന്ന് സുധീഷ് പൊക്കി പറയുമ്പോഴേക്കും, തള്ളല് നിർത്തിയിട്ട് കാര്യം പറ എന്ന് ഗോപി സാറും. അയ്യോ സാറേ, തള്ളലല്ല സാറേ, സാറിനെ പോലൊരു സീനിയർ ഓഫീസർ എന്നെ പോലൊരു സാധാരണക്കാരനെ കാണാൻ വരികയെന്ന് പറഞ്ഞാൽ അതും വലിയൊരു കാര്യമല്ലേ സാറേ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുമ്പോൾ, സാറും ഒരു ചിരിയോടെ, എടാ മോനെ, നിന്നെ പോലൊരു സാധാരണക്കാരൻ എന്നെ പോലൊരു പോലീസുകാരനെ പേഴ്സണലായിട്ട് കാണണമെന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ, എന്നെ കൊണ്ട് സാധിക്കാനുള്ള എന്തെങ്കിലും ആയിരിക്കുമെന്ന് ഊഹിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇത്രയും കാലത്തെ ജോലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോഴാ ഭാര്യയുടെ ഫോൺ പൊട്ടി പുതിയത് വാങ്ങിക്കണമെന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തത്. എന്നാ പിന്നെ നിന്റെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യാം, അവൾക്കുള്ള ഫോണ് നിന്നെ കൊണ്ട് വാങ്ങിപ്പിക്കുകയും ചെയ്യാമെന്ന് ഞാനും കരുതി. അതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് സാർ പറയുന്നത് കേട്ട് ടെൻഷനോടെ സുധീഷും സാർ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ശരി, എന്താ കാര്യമെന്ന് പറ, അവളുടെ വീട്ടുകാർ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്ന് സാർ ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും ഇല്ല സാറേ, പ്രശ്നമുണ്ടാക്കിയില്ലെന്ന് ചോദിച്ചാൽ വേറൊരു രീതിയിലാ സാറേ പ്രശ്നം എന്ന് സുധീഷ് പറയുമ്പോൾ, എങ്ങനെയെന്ന് സാറും. അവളുടെ അമ്മയും ഏടത്തിയും ബ്രദറും ഒക്കെ മാറി മാറി ഫോണിൽ വിളിക്കുക സാറേ, എന്നിട്ട് ഒരേ കരച്ചിലാ, അത് കേട്ട് കേട്ട് അവളുടെ മനസ്സാകെ തളർന്നിരിക്കുക സാറേ, അവരവളെ ബ്രെയിൻ വാഷ് ചെയ്തോണ്ടിരിക്കുക എന്ന് സുധീഷ് പറയുമ്പോഴേക്കും, അതുണ്ടാവും, അവര് വലിയ പണക്കാര്, നീ കഞ്ഞിക്ക് വകയില്ലാത്ത ദരിദ്രവാസി, അവർക്ക് സങ്കടമുണ്ടാവും. ഒരു കാര്യം ചെയ്യേ, കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ നീ അവളെയും കുട്ടി അവളുടെ വീട്ടിൽ പോയി താമസിക്കുക. കേട്ടിട്ടില്ലേ, ഭാര്യ വീട്ടിൽ പരമസുഖം, ദിനം 4 കഴിഞ്ഞാല് പട്ടിക്ക് സമം. ഒരു പട്ടിയാണെന്ന് വിചാരിച്ച് നീ അങ്ങ് കൂടിക്കോ, നിന്റെ വീട്ടിലുള്ളതിനേക്കാൾ പരമസുഖമായിരിക്കും എന്ന് സാറ് പറയുമ്പോൾ, അതിന് അവരവളെ മാത്രമാണ് വിളിക്കുന്നത് സാറേ, എന്നെ കയറ്റാൻ കഴിയില്ലെന്ന് എന്ന് സുധീഷും.
അല്ലെങ്കിൽ പിന്നെ പട്ടിയാണെങ്കിലും പോട്ടേന്ന് വെക്കാമായിരുന്നല്ലേ എന്ന് ചോദിച്ച് സാറ് ചിരിക്കുമ്പോ സാർ എന്താ ഇങ്ങനെ? ദേ അവർക്കിപ്പോ ഞങ്ങൾ രണ്ടുപേരെയും പിരിക്കണമെന്ന്, അതിനുള്ള പണിയാ അവരെടുത്തോണ്ടിരിക്കുന്നത് എന്ന് സുധീഷ് സങ്കടത്തോടെ പറയുമ്പോ അതിന് നിന്റെ ഭാര്യ കൂടി സമ്മതിക്കണ്ടേന്ന് സാറും. അവൾക്ക് എന്നെ കുറച്ചു നാളത്തെ പരിചയമല്ലേ ഉള്ളൂ, പക്ഷേ വീട്ടുകാരങ്ങനെയല്ലല്ലോ സാറേ. അവൾ ദിവസവും അവളോടുള്ള കരുതലിനെ പറ്റി പറഞ്ഞ് കരഞ്ഞ് അവളുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുക സാറേ. ഒരു ദിവസം അവൾ ഇറങ്ങി പോകുമെന്നുള്ളത് ഉറപ്പാ. അതെ, ഇന്നലൊരു ദിവസം അവൾ എന്നോട് ചോദിക്കുക, എല്ലാവർക്കും ഇത്രമാത്രം വിഷമമാണെങ്കിൽ നമുക്കങ്ങ് ഡിവോഴ്സ് ചെയ്താലോന്ന്. എല്ലാത്തിനും കാരണം അവളുടെ അമ്മയുടെ കരച്ചിലാ സാറേ. എന്നെയും എന്റെ വീട്ടുകാരെയും അവൾക്ക് ഭയങ്കര ഇഷ്ടമാ. പക്ഷെ ഈ അമ്മ കരഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ അവളുടെ കൺട്രോൾ വിട്ടു പോവാ സാറേ എന്ന് സുധീഷ് പറയുന്ന കേട്ട് അതെങ്ങനെ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിന്നെയാണ് കെട്ടാൻ ഇഷ്ടമെന്ന് പറഞ്ഞ് കെട്ടിയ പെണ്ണല്ലേ എന്ന് സാറും ചോദിക്കുന്നുണ്ട്. അത് ശരിയാണ് സാറേ, പക്ഷേ ഈ വീട്ടുകാരുടെ എല്ലാവരുടെയും കൂടി ബ്രെയിൻ വാഷിങ് അതിനകത്ത് അവള് വീഴുക. രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞാൽ അവള് പിന്നെ ഒറ്റയ്ക്കല്ലേ, വൈകുന്നേരം വരെ ഓരോരുത്തരായി ഇങ്ങനെ മാറി മാറി വിളിച്ചോണ്ടിരിക്കുക എന്ന് സുധീഷ് പറയുമ്പോ അങ്ങനെ ചെയ്താൽ ആരായാലും ഇടറിപ്പോവും എന്ന് സാറും സമ്മതിക്കുന്നുണ്ട്. അതാണ് പോവല്ലോ, അതാണ് അവൾക്കും ഉണ്ടായത് സാറേ. എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടാ സാറേ അവൾക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞത്. അപ്പോ എന്നോടുള്ള ഇഷ്ടമൊന്ന് ആലോചിച്ച് നോക്കിയേ. അവള് കരഞ്ഞ് ഡിവോഴ്സ് ചോദിക്കുമ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞ് വഴക്കിടാൻ എനിക്കും കഴിയുന്നില്ല സാറേ. അവളെ എനിക്ക് എന്തോരം ഇഷ്ടമാണെന്ന് സാറിനും അറിയാലോ എന്നൊക്കെ സുധീഷ് സങ്കടത്തോടെ കരഞ്ഞഭിനയിക്കുമ്പോഴേക്കും അത് വിശ്വസിച്ച സാറും, അപ്പോ പരസ്പരമുള്ള സ്നേഹം ഒട്ടും ചോരാതെയാണ് നിങ്ങൾ ഡിവോഴ്സിന്റെ വക്കത്തു നിൽക്കുന്നത് എന്ന് സാറ് ചോദിക്കുമ്പോൾ അതെ സാർ, അതാണ് എന്റെയും പ്രശ്നം എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ ഇതിലിപ്പോ ഞാൻ എന്താ വേണ്ടതെന്ന് സാറും. സാർ അവളെ ഫോണിൽ വിളിച്ചൊന്ന് സംസാരിക്കണം. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ കല്യാണമായോണ്ട് ഡിവോഴ്സ് ഒന്നും പറ്റില്ല എന്ന് പറയണം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും പക്ഷെ അതിന് നിയമമില്ലല്ലോ എന്ന് സാറും. സാറൊന്നും നിയമം വിട്ട് വേറെ വഴിക്ക് സഞ്ചരിക്കണം സാറേ, പ്ലീസ് സാർ. സാറേ അവൾ എന്നെയും കൂട്ടി ഒരു വക്കീലിന്റെ അടുത്ത് വരെ പോയതാ സാർ എന്ന് സുധീഷ് പറയുമ്പോ അത്രത്തോളം എത്തിയോ എന്ന് സാറും. അതെ സാർ, പക്ഷേ ഞാൻ പറഞ്ഞിട്ടാണ് സാർ അവളെ വിളിക്കുന്നതെന്ന് അവളുടെ അടുത്ത് പറഞ്ഞേക്കരുത്, വക്കീൽ അറിയിച്ചു എന്ന് പറഞ്ഞാ മതി എന്ന് സുധീഷ് പറയുമ്പോ ഏത് വക്കീലാടാ അത് പറയുന്നത്? അതാ കുട്ടിക്കും അറിയില്ലെന്ന് സാറും. അതൊക്കെ ഞാൻ പറഞ്ഞു വിശ്വസിപ്പിച്ചോളാം, സാറ് ടെൻഷൻ അടിക്കണ്ട എന്ന് സുധീഷ് പറയുമ്പോ സുധീഷേ ഇതൊക്കെ നിയമം വിട്ടുള്ള കളിയാ എന്ന് സാറും ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാറേ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഈ കല്യാണം നടത്തി തന്ന ആളല്ലേ സാറേ പ്ലീസ് എന്ന് സുധീഷ് വീണ്ടും പറയുമ്പോ ഫോൺ ചെയ്യുന്നത് കൊണ്ട് വിരോധമുണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ അവൾ അതാ വക്കീലിനോട് പറഞ്ഞാലേ അതോടെ തീർന്നു എന്ന് സാറ് ഓർമ്മിപ്പിക്കുമ്പോ സാറേ അതൊന്നും പറയില്ല സാറേ എന്ന് സുധീഷും. വേറെ ആരോട് പറഞ്ഞാലും പ്രശ്നമാടാ എന്ന് സാറ് ഓർമ്മിപ്പിക്കുമ്പോ സാറേ അത് പറയാതെ ഞാൻ നോക്കിക്കോളാം സാർ, പ്ലീസ് സാർ, ഒറ്റ തവണ വിളിച്ചാൽ മതി, പിന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് സുധീഷ് പറയുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് സാറും. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞ് സുധീഷ് സാറിന്റെ കൈ പിടിച്ചെടുക്കുമ്പോഴേക്കും സാർ അവന്റെ കൈ പിടിച്ച് തിരിച്ചോണ്ട് അത് നീ അങ്ങ് പോക്കറ്റിലിട്ടോ, എന്നിട്ട് പോയി ഫ്രണ്ടിലും ബാക്കിലും ക്യാമറയുള്ള ഒരു 5G മൊബൈൽ അങ്ങ് വാങ്ങിയേക്ക്, അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് തന്റെ സ്കൂട്ടറിൽ കയറുമ്പോഴേക്കും നനഞ്ഞിടാൻ കുഴിക്കുവാ നക്കി എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുമ്പോഴേക്കും വീട്ടിൽ പോടാ എന്ന് പറഞ്ഞ് സാറും വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. ഫോണിന് ഇനിയിപ്പോ എന്തു ചെയ്യും എന്നാലോചിച്ച് ടെൻഷനോടെ സുധീഷ് അവിടെ തന്നെ നിൽപ്പാ. അവിടെ ഉമ്മറത്തെ വരാന്തയിൽ തൂണും ചാരി ആലോചനയോടെ നിൽപ്പാ നിധി. ഡിവോഴ്സിന് ID പ്രൂഫ് വേണമെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാനും ID പ്രൂഫ് വേണ്ടേ, അതില്ലാതെ രജിസ്ട്രേഷൻ എങ്ങനെ നടന്നു എന്നൊക്കെ ആലോചനയോടെ നിന്ന് തന്റെ മൊബൈൽ എടുത്തവൾ സാന്ദ്ര എടുത്തി വിളിക്കുന്നുണ്ട്. സാന്ദ്ര കോൾ എടുത്തോണ്ട് ഹലോ നിധി, എന്തായി, വക്കീലിനെ കണ്ടല്ലോ അല്ലേ, ഡിവോഴ്സ് മൂവ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോ ഇല്ല ഏട്ടത്തി, എവിടെ പോയാലും ID പ്രൂഫ് വേണം, ആധാർ കാർഡോ ഏതെങ്കിലും ID പ്രൂഫോ ഇല്ലാതെ പെറ്റീഷൻ മൂവ് ചെയ്യാൻ പറ്റില്ലെന്ന്. പോയിട്ടൊന്നും നടക്കാതെയാ തിരിച്ചു വന്നത്. ഇപ്പോ ഒരു ഐഡിയയും ഇല്ലാത്ത ആളായി ഞാൻ. ആധാറിന്റെ നമ്പറെങ്കിലും കിട്ടിയ കാർഡ് എടുക്കാമായിരുന്നു, ഫോണിലുണ്ടായിരുന്നതാ, അത് പോയതോടെ എല്ലാം പോയി. അവിടെ ആധാറിന്റെ കോപ്പി ഉണ്ടാവും, ഒന്നെടുത്ത് ആ നമ്പർ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി എന്ന് നിധി പറയുമ്പോ ഞാൻ നോക്കാം, എങ്ങനെയെങ്കിലും എടുത്ത് അയക്കാം, എത്രയും പെട്ടെന്ന് പെറ്റീഷൻ മൂവ് ചെയ്യണം, അതിനി വൈകരുതെന്ന് സാന്ദ്ര പറയുമ്പോ ശരി ഏട്ടത്തി എന്ന് നിധിയും. ഞാൻ പിന്നെ വിളിക്കാം, താഴെ അരുണേട്ടനുണ്ട്, എപ്പോഴാ കയറി വരുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് സാന്ദ്ര കോൾ വെക്കുന്നുണ്ട്. നിധി അപ്പോഴേക്കും ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ID പ്രൂഫ് ഇല്ലാതെ ഒന്നും മനസ്സിലാവില്ലെന്നറിഞ്ഞ അവൾ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും സുഭാഷ് അവളുടെ അരികിലേക്ക് എത്തി. മോളെ എന്താ ഇവിടെ തനിയെ നിന്ന് ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ലെന്ന് നിധിയും. കുട്ടികൾക്ക് സുഭാഷും ചിരിയോടെ അവിടെ നിന്ന് നടന്നു നീങ്ങാൻ തുടങ്ങുമ്പോഴേക്കും നിധി തിരികെ വിളിച്ച് സുഭാഷേട്ടാ ഒരു കല്യാണം നടത്താൻ എന്തൊക്കെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് പെണ്ണും ചെക്കനും എന്തായാലും വേണം എന്ന് സുഭാഷ് പറയുന്നത് കേട്ട് അതല്ല എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്നാ ചോദിച്ചേ എന്ന് നിധിയും. ഡോക്യുമെന്റ്സോ വീടിന്റെയോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അതല്ല
ഒരു രജിസ്റ്റർ മാരേജ് നടത്താൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടുമെന്നാ ചോദിച്ചേ എന്ന് നിധിയും. അത് എനിക്കൊരു പിടിയുമില്ല. അല്ല, നിങ്ങളുടേത് രജിസ്റ്റർ മാരേജ് ആയിരുന്നില്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. നിധി ടെൻഷനോടെ നിൽക്കുമ്പോൾ അയ്യോ അങ്ങനല്ല, നിങ്ങൾക്കത് കല്യാണമല്ലെങ്കിലും പോലീസ് അത് രജിസ്റ്റർ ആക്കിയെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെന്നാ ഉദ്ദേശിച്ചതെന്ന് സുഭാഷും. അതാണ് എന്റെ സംശയവും ചോദ്യവും. ഞാൻ അങ്ങനെ ഒരു ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടില്ല, എന്നിട്ടും ആ രജിസ്ട്രേഷൻ നടന്നു എങ്ങനെ എന്ന് നിധി സംശയത്തോടെ ചോദിക്കുമ്പോൾ ഈ വയസ്സും അഡ്രസ്സും ഒക്കെ അറിയാൻ ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് അതൊക്കെ ചോദിക്കുമായിരിക്കുമെന്ന് സുഭാഷും. യെസ്, ചോദിക്കില്ലേ? ഞാൻ അതൊന്നും കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്നോട് ആരും ഒന്നും ചോദിച്ചിട്ടുമില്ല. എന്നോട് മാത്രം ഇതൊന്നും ചോദിക്കാതെ ചെയ്യില്ലല്ലോ. അപ്പോൾ അതില്ലാതെ രജിസ്ട്രേഷൻ എങ്ങനെ നടന്നു എന്ന് നിധി ചോദിക്കുമ്പോൾ മോളത് സുധീഷിനോട് ചോദിച്ചില്ലേ എന്ന് സുഭാഷും. ചോദിച്ചു. സുധീഷ് ID പ്രൂഫ് ഒക്കെ കൊടുത്തത്രേ. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് മാത്രം ഒന്നും വാങ്ങിയില്ലെന്ന് നിധി പറയുമ്പോൾ ഇനിയിപ്പോ വീട്ടുകാരറിഞ്ഞ് ID പ്രൂഫ് ഒക്കെ വാങ്ങിച്ച് പ്രശ്നമുണ്ടാക്കേണ്ടെന്ന് കരുതിയിട്ടാവും എന്ന് സുഭാഷും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലല്ലേ കൂടുതൽ കുഴപ്പം. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് നിധി സംശയത്തോടെ നിൽക്കുമ്പോൾ അല്ല മോളിപ്പോ അതെന്തിനാ ആലോചിക്കുന്നെന്ന് സുഭാഷും. അല്ല ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നു മാത്രം എന്ന് നിധി പറയുമ്പോഴേക്കും എന്നാ ശരിയെന്ന് പറഞ്ഞ് സുഭാഷും അവിടുന്ന് പോവുകയാ. രാവിലെ നിധി കുളി കഴിഞ്ഞു വരുമ്പോഴേക്കും ഡൈനിങ് ഹാളിൽ കിടന്നുറങ്ങിയിരുന്നവരെല്ലാം എണീറ്റ് പോയത് കണ്ട് സംശയത്തോടെ നോക്കി നിൽക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന സുഭാഷ് എന്താ നോക്കി നിൽക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ കുളിക്കാൻ പോകുമ്പോ ആരും എഴുന്നേറ്റിരുന്നില്ലെന്ന് നിധിയും. നിധി കുളിമുറിയിലേക്ക് പോയ ഉടനെ എല്ലാവന്മാരും എഴുന്നേറ്റു. കിണറ്റിൻകരയിൽ ചെന്ന് കുളിയും പല്ലുതേപ്പും ഒക്കെ ആയിട്ട് എല്ലാവന്മാരും തയ്യാറാവുന്നുണ്ട് എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇതൊരു റുട്ടീനായാല് രാവിലെ 7 മണിക്ക് ശേഷം അവർ വിചാരിച്ചാൽ പോലും കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് നിധി പറയുമ്പോഴേക്കും ഞാനേ ചായ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പാലുമായി സുഭാഷ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും കുളി കഴിഞ്ഞ് അങ്ങോട്ട് വരുന്ന ഹരീഷും പൂജാ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നിധിയും സന്തോഷത്തോടെ ആ കാഴ്ച നോക്കി നിൽക്കേ ഹരീഷ് തന്റെ മൊബൈൽ എടുത്ത് ഭക്തിഗാനമെല്ലാം പ്ലേ ചെയ്യിച്ച് ഒരു ചന്ദനത്തിരിയെല്ലാം കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ച് തിരിയുമ്പോഴാണ് എന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന നിധിയെ കാണുന്നത്. അവളേക്കാണെ പരുങ്ങലോടെ അവൻ ആ പാട്ട് ഓഫ് ചെയ്യുമ്പോഴേക്കും അല്ല എന്തിനാ നിർത്തിയത്, നല്ല പാട്ടല്ലേന്ന് നിധി ചോദിക്കുക. അത് കേൾക്കെ വീണ്ടും അവൻ ആ പാട്ട് പ്ലേ ചെയ്യിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും നിധിയും അവന്റെ പുറകിൽ ചെന്ന് പ്രാർത്ഥിക്കാനായി തുടങ്ങുന്നുണ്ട്. ഹരീഷ് പ്രാർത്ഥന കഴിഞ്ഞ് അവിടുന്ന് പോകുമ്പോഴേക്കും സുഭാഷും അങ്ങോട്ടെത്തി പ്രാർത്ഥന കഴിഞ്ഞ നിധിക്കായി ചായ കൊടുക്കുന്നുണ്ട്. നിധി ചായയുമായി ഉമ്മറത്തോട്ടിറങ്ങി തന്റെ തലയിൽ കെട്ടിയ തോർത്തുമുണ്ടഴിച്ച് മുറ്റത്ത് കെട്ടിയ അഴയിൽ വിരിച്ചിട്ട് നടന്നു വരുമ്പോഴാണ് സുധീഷ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അവൾ മുറ്റമെല്ലാം നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ അടിച്ചു വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷും അവിടമെല്ലാം നോക്കിക്കൊണ്ട് ചിരിയോടെ രാവിലെ തന്നെ അതങ്ങ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സുധീഷാണോ ചെയ്തത് എന്ന് നിധി സംശയത്തോടെ ചോദിക്കുമ്പോൾ എന്താ മുറ്റമടിക്കാൻ എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ എന്ന് സുധീഷും. ആഹാ അത് കൊള്ളാലോ എന്ന് നിധി പറയുമ്പോൾ അതിരാവിലെ പെണ്ണുങ്ങൾ തന്നെ മുറ്റമടിക്കണമെന്ന് ഈ വീട്ടിലെ ആരും വിചാരിക്കാറില്ല. അത് മാത്രമല്ല ആക്ച്വലി ആണും പെണ്ണും തമ്മിലുള്ള തുല്യത ഏറ്റവും കൂടുതൽ അറിയാവുന്നവരാ ഇവിടെയുള്ള ആൾക്കാര് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും യോ മതി മതി നിർത്ത്, തള്ളി മറിക്കല്ലേ, താങ്ങാൻ വയ്യ. എന്തായാലും അടിച്ചുവാരിയത് സുധീഷ് ആണെങ്കിൽ നന്നായിട്ടുണ്ട് എന്ന് നിധി പറയുമ്പോൾ താങ്ക് യു എന്ന് സുധീഷും. അപ്പോഴാണ് നികേഷ് അപ്പുറത്തൊന്ന് വിളിച്ചു പറയുന്നത് അതെ ആ താങ്ക്സ് ഞാൻ പറയേണ്ടതാ എന്ന് പറഞ്ഞ് അങ്ങോട്ട് നടന്നു വന്ന് മുറ്റം മുഴുവൻ അടിച്ചു വാരിയത് ഞാനായിട്ടെത്തി. ദിശേട്ടൻ നുണ പറയാ എന്ന് പറയുന്ന കേട്ട് ഇതിലും നുണയോ എന്ന് നിധിയും. സുധീഷും ഒരു പരങ്ങലോടെ അല്ല ആ ഭാഗത്തൊക്കെ ഞാനാ തീർത്തത് എന്ന് പറയുന്ന കേട്ട് ആര് എന്ന് നികേഷിന്റെ ചോദ്യം കേട്ട് സുധീഷ് പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. നിധി ടെൻഷനോടെ എന്താണ് നികേഷ് ഇത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ വിട്, എങ്ങനെയുണ്ട് എന്റെ പണി എന്ന് നികേഷും. നീറ്റായിട്ടുണ്ട്, കൺഗ്രാറ്റുലേഷൻസ് എന്നവൾ പറയുമ്പോഴേക്കും ഒരു ബക്കറ്റിൽ അലക്കാനുള്ളതുമായി സുഭാഷ് അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. സുഭാഷ് ഏട്ടാ അലക്കാനാണോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ അതെ, നിന്റെ വല്ലതും ഉണ്ടോ എന്ന് സുഭാഷും. എന്റെ ഞാൻ കഴുകിയിട്ടെന്ന് നികേഷ് പറയുമ്പോഴേക്കും ഹോയ് സുഭാഷ് ഏട്ടാ ഇതും കൂടി കഴുകിയിട്ടോ എന്ന് പറഞ്ഞ് സുഭാഷ് തന്റെ ഡ്രസ്സ് കൊണ്ടുവന്ന് ആ ബക്കറ്റിൽ കുത്തി നിറയ്ക്കുന്നുണ്ട്. ശരിയിടാന്നും പറഞ്ഞ് സുഭാഷ് പോവാനായി തുടങ്ങുമ്പോഴേക്കും വേണ്ട സുഭാഷ് ഏട്ട നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ ലോണ്ടറി സർവീസ് നടത്തുന്നുണ്ടോ? ഏറ്റവും താഴെയുള്ള നികേഷ് വരെ തുണി അലക്കാൻ തുടങ്ങി, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നവൾ പറയുമ്പോഴേക്കും പോവാൻ റെഡിയായി ഹരീഷും അങ്ങോട്ടെത്തുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ചെറുപ്പം മുതലേ അത് ചെയ്തുവെന്ന് വെച്ചിട്ട് എപ്പോഴും മുതലാക്കാൻ നോക്കരുത് എന്ന് നിധി പറയുമ്പോൾ ഞാൻ എന്ത് മുതലാക്കിയെന്ന്, അതെനിക്ക് സോപ്പിന്റെ അലർജി ഉള്ളോണ്ടാ എന്ന് സുധീഷും. ശീലാവുമ്പോ അത് മാറിക്കോളും. ഒരു കാര്യം ഞാൻ പറയാം, ഈ വീട്ടിലിനി അവനവന്റെ കാര്യങ്ങൾ അവനവൻ ചെയ്യണം. എല്ലാത്തിനും സുഭാഷേട്ടനെ കാത്തു നിൽക്കരുത്, കേട്ടല്ലോ എന്ന് നിധി പറയുമ്പോ എന്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെയാ കഴുകാറെന്ന് ഹരീഷും. ഗുഡ് എന്ന് നിധി അവനെ അഭിനന്ദിക്കുമ്പോ ശരി നിധി ഇപ്പോഴത്തേക്ക് ഞാൻ കഴുകിക്കോളാം എന്ന് സുഭാഷും പറയുന്നുണ്ട്. ശരിയാവില്ല, രാവിലെ മുതൽ ഈ വീട്ടിലെ എല്ലാ പണിയും സുഭാഷേട്ടനല്ലേ ചെയ്യുന്നത്, ഈ പണി ചെയ്യണ്ട കേട്ടല്ലോ
എന്ന് നിധി പറയുമ്പോഴേക്കും അവരുടെ അച്ഛൻ ഭാസ്കരനും ഉമ്മറത്തേക്ക് വന്ന് അവർ നിൽക്കുന്നതിന്റെ അടുത്തേക്കായി വാ കഴുകി തുപ്പുന്നുണ്ട്. ഒന്ന് മാറി തുപ്പിക്കൂടെ അച്ഛ എന്ന് നികേഷ് ദേഷ്യത്തോടെ ചോദിക്കുമ്പോ എന്റെ വീട് എന്റെ പറമ്പ്, ഇവിടെ എവിടെ തുപ്പണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് അച്ഛൻ പറയുമ്പോഴേക്കും അത് പറ്റില്ല, ഇപ്പൊ സംസാരിക്കുന്നതേ അച്ഛനെയും കൂടി ചേർത്താ എന്ന് നിധിയും. എന്നെ യു ആർ ഓൾറെഡി ക്രോസിംഗ് യുവർ ലിമിറ്റ്സ്. ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് എന്റെ നിശ്ചയമാ എന്ന് അച്ഛൻ പറയുമ്പോ എങ്കിൽ ഈ വീട്ടിൽ അച്ഛൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളായിരുന്നു, വേറെ ആരും പാടില്ലായിരുന്നു എന്ന് നിധിയും. എന്താ ദേ എന്റെ ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ പോലും എനിക്കൊരു റൂൾസും ബാധകമല്ലായിരുന്നു. നീ ഇത് എന്ത് ഭാവിച്ചിട്ടാ? മുറ്റത്ത് നിന്ന് ബീഡി കത്തിക്കരുത്, തുപ്പരുത്. വാട്ട് യു തിങ്ക് അബൌട്ട് മീ? സീ ഗേൾ, ദിസ് ഇസ് മൈ ഹൗസ്, ഇവിടെ മൈ റൂൾസ് ഓൺലി, ഓക്കെ എന്ന് ഭാസ്കരൻ പറയുന്നതും കേട്ട് ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സുനന്ദയുടെ കല്യാണം ഫിക്സ് ചെയ്തെന്നും അത് മുടക്കാൻ ശ്രമിക്കരുതെന്നും വല്യച്ഛൻ ഗംഗാധരൻ സുഭാഷിനെയും കൂട്ടരെയും വീട്ടിൽ വന്ന് വാൺ ചെയ്യുന്നതും അമ്പലത്തിൽ വെച്ച് നിധിയെ കണ്ടുമുട്ടുമ്പോൾ സുഭാഷേട്ടനെ തനിക്ക് മറക്കാനാവില്ലെന്ന സത്യം സുനന്ദ വീണ്ടും തുറന്നു പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.